ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നിപ്പഴച്ച മൂന്നെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇനി തീരുമാനിക്കുന്ന കല്യാണമെങ്കിലും ഭംഗിയായി നടത്തണം, നാടറിഞ്ഞ് നടത്തണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടേ നമ്മൾ അവളെ വിവാഹം നടത്തൂ. അതിപ്പോ ആരായാലും. എനിക്ക് സന്തോഷായിട്ടാ. ഞാൻ ലേറ്റായി മാഡം. ഇല്ല, ഇനിയിപ്പൊ രാജു ലേറ്റ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. രാജു വരുമല്ലോ. മാഡം കേറ്. രാജു, ഇന്ന് വീട്ടില് ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അച്ഛനെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്കിള്. എന്റെ അമ്മയുടെ വീട്ടുകാരെ കുറിച്ചാ അങ്കിള് പറഞ്ഞതൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കുടുംബക്കാരെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടു. ഋതിക മാഡത്തിന്റെ അമ്മയുടെ വീട്ടുകാര് അത്ര മോശക്കാരാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതില്ല. എന്തായാലും ആ അങ്കിളിനോട് വലിയ ബഹുമാനായിരുന്നു എന്റെ അച്ഛന്. അല്ല, ഇങ്ങനെ ഇവിടെ വർത്താനം പറഞ്ഞു മതിയോ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണ്ടേ? പോണം. മാഡം കേറ്. സെന്റ് ജോസഫ് കോളേജ് അല്ലേ മാഡം? അതെ. രാജു, ഈ കാറ്റിന് എന്തൊരു കുളിരല്ലേ? മഞ്ഞ് നിറഞ്ഞ പ്രഭാതമല്ലേ മാഡം, കുളിര് കാണും. ഈ യാത്രയ്ക്കും ഒരു കുളിരുണ്ട്. ഏട്ടാ, ചായ എന്തെങ്കിലും? വേണ്ട. യാമിനി, എന്താ പ്രതാപേട്ട? എനിക്ക് ഒരു കാര്യം യാമിനോട് പറയാനുണ്ട്. ഋതികയുടെ കാര്യമാ. എല്ലാം യാമിനിക്കറിയാമല്ലോ. മകളാണെങ്കിലും ഒരു വെളിപ്പാടകല് മാത്രമേ ഞാൻ അവളെ നിർത്തിയിട്ടുള്ളൂ. ഒരച്ഛന്റെ സ്നേഹമൊന്നും എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതിൽ ഉത്തരവില്ല. അവളെനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാനൊരു അച്ഛനാണോന്ന്. അവളുടെ അമ്മയോടുള്ള പകയോ വൈരാഗ്യമൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയത്. ഏട്ടനെ പറഞ്ഞ കാര്യം എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് ഏട്ടനോട് സ്നേഹവും ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷേ ഏട്ടൻ മോളോട് പെരുമാറുന്ന കണ്ട് എനിക്ക് ഏട്ടനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം യാമിനി, ഞാൻ പലപ്പോഴും ആത്മപരിശോധന നടത്തിയിട്ടുമുണ്ട്. മകളെ സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരച്ഛനാണല്ലോ ഞാനെന്ന്. തിരക്കുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഒരു ന്യായം കണ്ടെത്തി സ്വയം എസ്കേപ്പ് ചെയ്യാം. പക്ഷേ അതല്ലല്ലോ യാമിനി സത്യം. അച്ഛനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനാ. അവളുടെ ലോകം ഏട്ടന് ചുറ്റിപ്പറ്റിയുള്ളതാ. അമ്മയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ സ്നേഹം കിട്ടാത്ത അവള് അച്ഛന്റെ സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും അവൾക്ക് കിട്ടിയില്ല. ഞാൻ കുമ്പസരിക്കും പോലെ യാമിനോട് പറഞ്ഞതല്ലേ, എനിക്കതിന് പറ്റിയിട്ടില്ല. എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇനി അവളെ സ്നേഹിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ യാമിനിയെ വിളിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇനി താമസം വേണ്ട യാമിനി. ഋതികയുടെ കല്യാണം നമുക്ക് വേഗം നടത്തണം. യാമിനിയുടെ ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. രണ്ട് തരത്തില് രണ്ട് കല്യാണം മുടങ്ങിയത് അവളുടെ. ഒന്നിപ്പഴച്ച മൂന്നെന്നാണല്ലോ പ്രമാണം.
അതുകൊണ്ട് ഇനി തീരുമാനിക്കുന്ന കല്യാണമെങ്കിലും ഭംഗിയായി നടത്തണം, നാടറിഞ്ഞ് നടത്തണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടേ നമ്മൾ അവളെ വിവാഹം നടത്തൂ. അതിപ്പോ ആരായാലും. എനിക്ക് സന്തോഷായിട്ടാ. മോള് കോളേജിൽ പോയിരിക്ക, തിരിച്ചു വരട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം. വടക്കേടത്ത് പാർവതി 25,000 രൂപ. പൂമുഖത്തിൽ ഭാനുമതി 50,000 രൂപ. അമ്മേ, എന്താ മോളെ? അമ്മ ഇങ്ങനെ കണക്ക് എഴുതിക്കൊണ്ടിരുന്നാ മതിയോ? പിന്നെ ഞാനെന്ത് വേണം? എന്ത് വേണോന്നോ? ശോ, അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? നിന്നെ നല്ലൊരു വഴിക്കാക്കാനല്ലേ ഞാൻ ജീവിക്കുന്നേ. നീ ഭാവിയിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കണം. അതിനാ ഞാൻ കഴുത്തറുത്ത് പലിശ വാങ്ങിച്ച് കാശുണ്ടാക്കുന്നത്. ശോ, ഞാൻ ചോദിക്കാൻ വന്നത് അതൊന്നും അല്ല. അമ്മ രാധമ്മയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ? അശോ അമ്മേ, അംബികമ്മയോടും പറഞ്ഞ കാര്യമില്ലേ? അമ്മ അതേപോലെ രാധമ്മയുടെ വീട്ടിൽ പോയി പറയുന്നില്ലേന്ന്. ഓ, നിന്റെ കല്യാണക്കാര്യം. അതിനെന്താ അമ്മയ്ക്ക് ഇത്ര മടി? അത് എന്റെ കാര്യം ആയതുകൊണ്ടാണോ? നീ എന്താ രമ്യ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ഇഷ്ടം കരുതിയാ എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. ശ്രീലക്ഷ്മി എന്റെ മരുമകളായി അംഗീകരിക്കണം പോലും. അക്കാര്യം വെറുതെ ഒന്നുമല്ലല്ലോ ചെയ്യുന്നേ. മൊത്തം 1.5 കോടി രൂപയുടെ കച്ചവടമല്ലേ? അതേടി, ഞാൻ കച്ചവടക്കാരിയാ, കൊള്ളക്കാരിയാ. ചാവുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ലേ ഞാനിത് സ്വരുക്കൂട്ടുന്നത്. ചാവുമ്പോ എങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞേ? സ്വർഗത്തിലേക്ക്. നീ എന്തിനോട് ചിരിക്കുന്നേ? അമ്മേ, ഈ മനുഷ്യന് ദ്രോഹം ചെയ്ത് കാശുണ്ടാക്കുന്നവരൊക്കെ സ്വർഗത്തിലേക്കല്ല പോകുന്നേ, നരകത്തിലേക്കാ. അവർക്കേ നരകോ ദൈവം വിധിച്ചിരിക്കുന്നെ. ഞാൻ മനുഷ്യന് ദ്രോഹമൊന്നും അല്ല ചെയ്യുന്നേ. മനുഷ്യന് ഉപകാരമുള്ള കാര്യം. പലിശക്കാണെങ്കിലും മനുഷ്യന് കാശ് കൊടുക്കാൻ ഒരാള് വേണ്ടേ? മാത്രമല്ല അതിന്റെ ഒരു ചെറിയൊരു ഓഹരി ഞാൻ അമ്പലത്തിലും കൊടുക്കുന്നുണ്ട്. ആ, അതെന്തെങ്കിലും ആവട്ടെ. അംബികമ്മയുടെ വെച്ച വ്യവസ്ഥകൾ പറഞ്ഞ് എന്റെ കല്യാണം ഉറപ്പിക്കാൻ അമ്മ എപ്പോഴാ രാധമ്മയുടെ അടുത്തേക്ക് പോകുന്നേ? ഒരു മംഗളകാര്യം പറയാൻ പോവല്ലേ, ഒരു നല്ലൊരു നേരം നോക്കിപ്പോ. ഞാൻ തന്നെ പൊയ്ക്കോളാം. നീ സമാധാനായിട്ട് നിക്ക്. ശോ, ഈ വ്യവസ്ഥകളൊക്കെ ഒന്ന് അംഗീകരിച്ച് എന്റെ കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. രാജു മറ്റൊരാളുടെ ആവുന്നത് എനിക്ക് ചിന്തിക്കാനാവുന്നില്ല.